ത്രിയേക ദൈവത്തിന് സ്തുതി. 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിൻ്റെ യാത്ര നാം ആരംഭിച്ചിരിക്കുകയാണല്ലോ. നോമ്പ് ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്ന ദിനങ്ങളാണ്. ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കലാണ്. ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ് നോമ്പ് ദിനങ്ങളിലെ ഈ ഉപവാസത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത്. യെശയ്യാ പ്രവാചകൻ ഉപവാസത്തിന് ഒരു നിർവചനം നൽകുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 58 അധ്യായം 7 വാക്യം: വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ ഉപവാസം. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ഈ യാത്ര അത്യന്തം ദുഷ്കരമാണ്. കാരണം പ്രലോഭകൻ നിരന്തരം നമ്മെ പിന്തുടരുന്നുണ്ട്. ദൈവത്തോടുള്ള അഗാധമായ സ്നേഹബന്ധത്തിലൂടെ മാത്രമേ പൈശാചികമായ ചിന്തകളെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതിനായി യാമങ്ങളിൽ നമുക്ക് കുമ്പിട്ട് നമസ്കരിക്കാം, ദൈവവചനം വായിച്ച് ധ്യാനിക്കാം, ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരാകാം. നോമ്പ് ശരിയായി അനുഷ്ഠിക്കുന്നതിനുള്ള ആത്മധൈര്യത്തിനായി നമുക്ക് മുട്ടിപ്പായി ദൈവത്തോട് യാചിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.